തിരുവനന്തപുരം കാട്ടാക്കടയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകൾ കൂട്ടിയിടിച്ച 30 പേർക്ക് പരിക്ക്. കള്ളിക്കാട് പെരിഞ്ഞാക്കടവിലാണ് അപകടം. സാരംഗ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ, എന്താണ് അറിയാൻ കഴിയുന്നത്? 30 പേർക്ക് പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും കാട്ടാക്കട കള്ളിക്കാടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇന്ന് രാവിലെ 7:30 അപകടം ഉണ്ടായത്. അതായത് കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറിലേക്ക് പോവുകയായിരുന്ന ബസ്സും നെയ്യാർ ഡാമിൽ പരിസരത്ത് നിന്ന് ഇത്തരത്തിൽ കാട്ടാക്കടയിലേക്ക് വരികയായിരുന്ന 2 കെ.എസ്.ആർ.ടി.സി ബസ്സുകളാണ് സൂപ്പർ പാസഞ്ചറും അതുപോലെ തന്നെ ഓർഡിനറി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. 7:30 അപകടം. ഈ അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അതുപോലെ തന്നെ 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമെന്നാണ് വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ നെയ്യാറിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്ക് ഗുരുതര പരിക്കുണ്ട്. ഇദ്ദേഹത്തെ ഈ സ്റ്റിയറിംഗിന്റെ അടിയിൽ നിന്നാണ് പുറത്തെടുത്തത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഇയാളെ പുറത്തെത്തിച്ചത്. അതുപോലെ തന്നെ ഗുരുതരമായ അപകടം പറ്റിയ വിജയകുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇയാളെ നിലവിൽ തന്നെ ഇത്തരത്തിൽ ഉടനെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിക്കേറ്റ 30 പേരെ വിവിധ ആശുപത്രികളിലേക്കായി ആ സമയത്ത് തന്നെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ അപകടമാണ് ഉണ്ടായത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല, എങ്കിൽ പോലും വലിയ അപകടമാണ് ഉണ്ടായത്. ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഈ പ്രദേശത്ത് നിരന്തരമായ അപകടങ്ങൾ നടക്കുന്ന ഏരിയ ആണെന്നുള്ള കാര്യം കൂടി നിലവിൽ വ്യക്തമാകുന്നുണ്ട്. അതായത് ബസ്സിൽ നിന്ന് എല്ലാവരെയും പുറത്തെത്തിക്കാൻ സാധിച്ചു അല്ലേ സാരംഗ്? തീർച്ചയായും ബസ്സിൽ നിന്ന് നിലവിൽ എല്ലാവരെയും പുറത്തെത്തിക്കാൻ സാധിച്ചു. അത് ശ്രമകരമായ പരിശ്രമം തന്നെയായിരുന്നു. അതായത് 7:30 അപകടം ഉണ്ടായിട്ട് മണിക്കൂറുകളോളം എടുത്തു ഈ ഡ്രൈവറെ ഉൾപ്പെടെ പുറത്തെത്തിക്കാൻ. ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും അതുപോലെ നാട്ടുകാരും ഉൾപ്പെടെ ചേർന്നാണ് ഇത്തരത്തിൽ ഈ ബസ്സിലെ യാത്രക്കാരെയും അതുപോലെ തന്നെ ഡ്രൈവറെയും പുറത്തെത്തിച്ചത്.